ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരെയാണ്. ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 11 അധ്യായം 50 തിരുവചനം. ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല. യേശുവിനെ വധിക്കുവാനായിട്ട് ഒരു ഗൂഢാലോചന നടത്തിയ അപ്പോൾ പ്രധാന പുരോഹിതനായ കയ്യഫാസ് പറയുന്നതാണിത്. ജനം മുഴുവൻ നശിക്കാതിരിക്കാൻ വേണ്ടി ഒരുവൻ വധിക്കപ്പെടുന്നു, ഒരു മരിക്കുന്നത് നല്ലതാണ്. ഈശോ കൊല്ലാനായിട്ടാണ് ഒരു പദ്ധതി ഇടുക. അപ്പോൾ ഈശോനെ കൊന്നുകളഞ്ഞാൽ പിന്നെ റോമക്കാർ വന്ന് നമ്മളെ ആക്രമിക്കത്തില്ല. അപ്പോൾ അവൻ മരിക്കുമ്പോൾ നമ്മളെല്ലാം രക്ഷപ്പെടും. കയ്യഫാസിന് ഇതൊരു പ്രവചനമായിട്ടാണ് കണക്കാക്കപ്പെടുക. പക്ഷെ കയ്യഫാസ് ചിന്തിച്ച രീതിയിലല്ല. ഈശോ മരിച്ചതുകൊണ്ട് നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടു. നമ്മൾ ഹോളി വീക്കിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈശോയുടെ കുരിശുമരണമാണ് പ്രിയ സഹോദര സഹോദരി നമുക്കൊക്കെ ജീവൻ നൽകിയ, നമ്മളൊക്കെ ഇങ്ങനെ ആയിരിക്കുക, നമ്മളൊക്കെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നു. അതിന് എത്രമാത്രം നന്ദി നിനക്കുണ്ട്, അതിന് എത്രമാത്രം വില നീ കൊടുക്കുന്നുണ്ട്. ക്രിസ്തു എനിക്ക് വേണ്ടി പീഡക സഹിച്ച് മരിച്ചത് കൊണ്ടാണ് ഞാൻ ഇത്രത്തോളമൊക്കെ ആയിത്തീരുന്നിരിക്കുന്നത്, ഞാൻ ബലമായിട്ടിരിക്കുക, ഞാൻ ഇങ്ങനെ ഒരു സഭയിലായിരിക്കുക. നന്ദിയോടുകൂടി ഓർക്കണം. ആ കൃതജ്ഞത ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം. നിനക്കത് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈശോയെ, നന്ദിയുടെ ഒരു ജീവിതം, നീ ചൊരിഞ്ഞ രക്തത്തുള്ളികളെ എപ്പോഴും മനസ്സിൽ ധ്യാനിക്കുവാനായിട്ട്, അതിന് നന്ദി കൃതജ്ഞത കാണിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണം. ഈ ദിവസത്തിന് വേണ്ടതായ കൃപകളെല്ലാം നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം.